നമ്മൾ ഇന്ന് പോകാൻ വന്നാൽ പിർക്കുളയിലേക്കാണ്. അവിടെ ബയോളജിക്കൽ സൂ വരുന്നത്. നമ്മൾ അറൗണ്ട് മാംഗ്ലൂരിൽ നിന്ന് 12 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും പോയേക്കാം. അവിടുത്തെ വിശേഷങ്ങൾ നോക്കിയാലോ. പമ്പൂർ വഴി ഇതിലേ വരുമ്പോൾ തന്നെ ഇവിടെ പിലിക്കുള എന്ന് പറഞ്ഞ ബോർഡ് കാണും. നന്ദൂർ എത്താനാണ്. അപ്പം നന്ദൂരിൽ നിന്ന് ആ ടേണിങ്ങിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് പോവാം. നന്ദൂരിൽ നിന്ന് നേരെ വരുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജിലെ കൂടെ അല്ല പോകേണ്ടത്, ഈ താഴെയുള്ള സൈഡിൽ കൂടെ റോഡാണ് നമ്മൾ പിലിക്കുളയിലേക്കുള്ള വഴി. ഈ ഒരു ടേണിങ് ഒന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പിലിക്കുള എത്തിയിട്ടോ. പിലിക്കുളാണെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഒരു 11 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഡയറക്റ്റ് ബസ് ഇങ്ങോട്ടേക്ക് ഉണ്ട്. ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല എൻട്രൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാനും സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ പോയേക്കാം. ഇതാണ് കേസ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത്. അതായത് നമുക്ക് ഓരോ പ്ലാനായിട്ട് എടുക്കാൻ പറ്റും. മൊത്തത്തിലുള്ള കോമ്പോക്ക് അതായത് 220 വരുന്നത്. പിന്നെ ബാങ്കി സൗകര്യം ഉണ്ട് കേട്ടോ. കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബഗീര റൂട്ട് മാപ്പും കൂടി ഉണ്ട്. ബഗീര ഇതാണ്ടോ, അത് നമുക്ക് ഓരോ പാക്കേജായിട്ട് എടുക്കാൻ പറ്റും. ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പാക്കേജിൽ നിന്ന് മൊത്തത്തിൽ എടുത്തിട്ടില്ല. നമ്മൾ എടുത്തത് എന്താ പറഞ്ഞാൽ ബയോളജിക്കൽ പാർക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ലേക്ക് ഗാർഡൻ്റെയും മാത്രമാണ് നമ്മൾ എടുത്തത്. അതായത് നമ്മൾ എന്തൊക്കെയോ പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. കൂടുതൽ ബയോളജിക്കൽ പാർക്കും അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡന്, പിന്നെ 3D പ്ലാനറ്റോറിയം. അതായത് നമ്മൾ ഈ സയൻസിൻ്റെ തീമായിട്ടുള്ള മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ പ്ലാനറ്റെ കുറിച്ച് പഠിച്ച് ഇങ്ങനെ കടന്നിട്ട് ഫുള്ള് പ്ലാനറ്റൊക്കെ കാണാറില്ലേ, ആ സംഭവമാണ്. അപ്പോൾ നോക്കാം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. ബയോളജിക്കൽ പാർക്കിൻ്റെയും അതോടൊപ്പം ലേക്ക് ഗാർഡൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. സംഗതി പറയുന്നത് ബാക്കിയൊക്കെ സയൻസ് തീമിലും അങ്ങനെയൊക്കെ വരുന്നതാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് അതുപോലെ പ്ലാനറ്റോറിയം അങ്ങനെയൊക്കെ വരുന്നതാണ്. എന്തായാലും കുറച്ചും കൂടി ഹാളി എന്തെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അധികം എന്താ പറയുക, സയൻസ് തീമിലുള്ള സംഭവമാണ്. ഇത് സയൻസ് തീമിലാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം നമുക്ക് കാണാൻ തോന്നി നമ്മൾ കാണാൻ പോകണം, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് നടക്കണം. നമ്മൾ ഉള്ളിലേക്ക് നമ്മളെ വണ്ടി പോകില്ല. നമുക്ക് ഇവിടുന്ന് അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് തന്നെ നടന്നിട്ട് വേണം. അല്ലെങ്കിൽ അവിടെ ബഗ്ഗി സൗകര്യങ്ങളുണ്ട്, അതിൽ പോകാൻ പറ്റും. ബഗ്ഗി സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്, ഇതാണ് ബഗ്ഗി സ്റ്റാൻഡ്. ഇതാണ് നമ്മൾ പ്ലാനറ്റോറിയം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാര്യമൊക്കെ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് പ്ലാനറ്റോറിയത്തിൻ്റെ സംഭവങ്ങളാണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മൾ എൻട്രി വരുന്നത്. ഇവിടുന്ന് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് വന്നാലായി. നമുക്കിവിടെ അത്യാവശ്യം ഔട്ട് സൈഡ് ഫുഡൊക്കെ അല്ല ഇവിടെയാണ്. അതായത് നമ്മളിവിടെ പുറത്തുതന്നെ ഷോപ്പ് എന്ന് പറഞ്ഞു. ഉള്ളിലൊക്കെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ ആവും. പിന്നെ റൈസ് ഐറ്റംസ് അതേപോലെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് ഇഷ്യൂ വരുന്നത്. പിന്നെ ആനിമൽസ് നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല, അത് ഇവിടുന്ന് പറയും. നമുക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം സ്നാക്സ് ഒക്കെ വാങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റാൾസൊക്കെ ഉണ്ട്. ഇതിലേ കൂടി വേണ്ട. ഇവിടെയും ബഗ്ഗിയുണ്ട്. നമുക്ക് നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും സീനൊന്നുമില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സംഭവമൊക്കെ ഉണ്ട്. കാക്കയുണ്ട്. അതാ എന്തെല്ലാം സാധനം കാണുന്നില്ല, പച്ചവനറിയ ഇതിലെന്താണ്. നമ്മൾ പാടത്തിലെ കൊക്കല്ലേ, നമ്മൾ കുളിക്കാൻ പറഞ്ഞാലും ഈ താറാക്കൾ എപ്പോഴും കുളിക്കാൻ തന്നെയാണ്. അതെന്ത് കഥയാണ് നമുക്കറിയില്ല. ഈറ്റിങ്ങിൽ നടക്കുന്നേരമില്ല, പൂള് വെള്ളത്തിൽ തന്നെ നല്ല പായുണ്ട്. പക്ഷേ ബ്ലാക്ക് സ്വാൻ അതിൽ നോക്കിയിട്ട് അയച്ചാൽ നമുക്കറിയുന്നില്ല. നമുക്കില്ലേ ഓരോ ബേർഡ്സിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്കാൻ ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിൻ്റെ എന്താണ് സംഭവം, എങ്ങനെയാണ് ഓരോൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എവിടെയാണ് ഒക്കെ ഉണ്ടാവുക. നീണ്ടു കിടക്കുന്ന ഇഷ്ടംപോലെ കാണാനൊന്നുമില്ല. ഇതിലെ കണ്ടാലും കഴിയില്ല. കുറേ ബേർഡ്സ് ഉണ്ട്, പലതരം ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സെക്ഷനായിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ബേർഡ്സിൻ്റെ സെക്ഷനാണ് വരുന്നത്. അങ്ങോട്ട് പോയേക്കാം. പെണ്ണിനെ നോക്ക്, ആണിനെ നോക്ക്. പാക ആണിനെയാണ്. അതാ പറഞ്ഞത്, ഈറ്റിങ് ഈ പുട്ടി അതിലിട്ടിട്ട് നടക്കുന്നതല്ലാണ്ട് നാച്ചുറലായിട്ട് കാണുമ്പോൾ എപ്പോഴും പാങ്ങ് ആണുങ്ങളെയാണ്. നോക്കിയിട്ട് അതായത് നമ്മൾ കോയിനെ നോക്കുക. അതാ പറയാം, കോയിനെ നോക്കി എന്താ പാങ്ങ്, പൂവൻ എന്താ പാങ്ങ്, പടനും ഒരു പാങ്ങുണ്ടാണ്. അതാ പറയുന്നത്. അതിനടുത്ത് പോകാൻ പോകുന്ന സ്നേക്ക് ഹൗസ്. നമുക്ക് ഈ സ്നേക്ക് ഹൗസ് പറയുന്നില്ലേ, ഭയങ്കര നൊസ്റ്റുള്ള സംഭവമാണ്. അതായത് ഇല്ലേ, നമ്മളൊരു 6th 5th ആകുമ്പോൾ ഇവിടെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേക്ക് ഹൗസിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ വേറെ ആളെ പേടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പോയിട്ട് പേടിപ്പിച്ച്, എന്നിട്ട് ഓനും കുക്കി ഞാനും കുക്കി. അങ്ങനത്തെ സിറ്റുവേഷനിലും ഉണ്ടായിട്ടുണ്ട്. പാമ്പുകൾക്കല്ലോ എഴുതിയിട്ടുണ്ട്. പലതരം സ്നേക്കിൻ്റെ ഇത് കിഷുണ്ടോ, കോബ്രയാണോ, അതായത് നജ ഏത് കൊണ്ടുവരുന്നു. സ്പെക്ടാക്കിൾ കോബ്ര, ഇന്ത്യൻ കോബ്ര. അതാ ഇഷ്ടംപോലെ ഉണ്ട് പാമ്പല്ലേ. എന്തെല്ലാം പാമ്പ് അള്ളാഹ്ക്കറിയാം. ഈ സ്ഥലത്ത് ഇതിലെല്ലാം പോകുമ്പോൾ കറക്റ്റ് നൊസ്റ്റ് ഓർമ്മ വരുന്നത്. ഇതിലേ ഞാൻ പേടിച്ച്. ഇതിലില്ലേ ക്യൂ ആയിട്ട് ഒരാൾ നടക്കുന്നുണ്ടേ. ആ ടൈമാണ് നമ്മളിങ്ങനെ ഓരോ നോക്കി പോകും. പക്ഷെ നമ്മൾ നോക്കി പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഒറ്റ പേടിപ്പിക്കല് ഒരു ഈർക്കിലായിട്ടുണ്ടായി എൻ്റെ ഇത്. അതുകൊണ്ടാണ് അത് പേടിപ്പിച്ചത്. മൂക്കം കണ്ടിട്ട് ക്ലാസ് മൊത്തം നോക്കി. നോക്ക് ഏതാ സാധനം.
വേറെ എന്തെല്ലോ തോന്നും. പക്ഷെ നമ്മൾ പൈത്തണില്ലടെ കടക്ക് നോക്കി ഓരോന്നോരോന്ന് ഇതിൽ കടന്ന റോട്ടുമേലുണ്ടെങ്കിലോ അതോ ഓടിയോല്ല. കിങ് കോബ്ര എത്തി. വേറെ വേണ്ടയോ തോന്നുന്നു. കടക്ക് നോക്കവിടെ രാജാവ് അതാടെ. വേറെ മൂപ്പറത് ആടെ ഉറങ്ങുന്നു. എന്താ കഥ രാവിലെ ആയിട്ടും വേണേ. അവർക്കെല്ലാം ഈ ഭയങ്കര ഇങ്ങനെ അവരുടേതായ ഒരു ആംബിയൻസ് ഒരുക്കി കൊടുത്തത്. അതാണ് നല്ലത്. കടക്ക് നോക്ക് റബ്ബേ. ഇതാ സാധനം നമ്മളെ മലമ്പാമ്പ് എന്താ പറയല്ലേ, എന്തോ പറയണ്ടേ സംഭവം. കടക്ക് നോക്കി എത്ര പേര് നമ്മളെ ബുദ്ധിങ്ങൾ അങ്ങനെ എന്തോ അല്ലേ. നമ്മളങ്ങനെ ബുദ്ധിമുട്ട് സംഭവം. ഇത് കടിക്കലല്ല, ബുദ്ധിങ്ങൾ എന്തെന്നതിയോ റബ്ബേ. ഇത്ര വലിയ സംഭവം നോക്കി. എൻ്റെ തലേനാണ്. അതിൻ്റെ തല ചെറുതായി എന്തെങ്കിലും ഇര എടുത്തിട്ട് ഒറ്റ കടക്കലാണ്. മലമ ഉണ്ടാകുന്ന റോക്ക് പൈത്തം. കടക്ക് നോക്ക് കുറച്ചോടെ ഇതപ്പുറം നോക്ക് ചത്ത ഒന്നും അങ്ങനെ കിടക്കാണ്. ഡേ അഭിലാഷേ ആരാ നോക്കത്? ഇതെല്ലാം നമ്മളെ നാട്ടിൽ ഇറങ്ങിയെന്ന് പറഞ്ഞ് സാധനം. നാട്ടിലല്ല, ഇത് നമ്മളെ മംഗലാരുണ്ട്. തക്കടോ മോനെ ടൈഗർ തൂക്ക് എന്താളും കട. ഇതാ സംഭവം ഇങ്ങോട്ട് നോക്കറാ. ടൈഗർ ടൈഗർ കക്കും തുള്ളിയാലും ഇങ്ങോട്ടേക്ക് വരുത്തണ്ടാകും. അടുത്ത നോക്ക് ആറ്റിട്ട് നോക്ക് ഏതാ സാധനം. അതിപ്പോൾ ഇടുന്ന തുള്ളി അമ്മയുടെ എത്തൂലയാണ് സംഗതിയുടെ വലിയ കുണ്ടുണ്ട്. ഈ കുണ്ടിലോടെ തന്നെ തുള്ളിയാൽ എത്തൂല, എന്തായാലും എത്തൂല. അതുകൊണ്ടാണ് അത്ര കോൺഫിഡൻസിൽ ആഡ് നിൽക്കുന്നത്. നിങ്ങളുടെ എക്കോ. അപ്പോൾ മെയിൻ പാൻതേര ലിയോ, അതായത് നമ്മളെല്ലാം കാണാൻ പോകുന്നുണ്ട്. പണ്ടെല്ലാം ആകെ പോയ സ്പീഷീസ് നെയിം ഇതെല്ലാം പറഞ്ഞിട്ട് പഠിച്ചതാകെ പാൻതേര ടൈഗ്രിസും പാൻതേര ലിയോ ആണ്. ആ ലിയോനെ നമ്മൾ കാണാൻ പോകുന്നു. ഏടെ ഇല്ലെന്ന് മൂപ്പറെ കാണുന്നില്ല. എവിടെയും ഏടെ പോയിന് കഥ കൂട്ടിൻ്റെ ഉള്ളിലായിട്ട് കൂടിയാ. സംഗതി രാജാവിൻ്റെ വരവണൊക്കെ വരുന്നാ തോന്നുന്നത്. ഇത് കാട്ടിലെ രാജാവ് മൂപ്പരാണല്ലോ. എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം. കിടക്കുന്നത് നമ്മളെ. പക്ഷെ മറ്റേ സാധനം ഇങ്ങനെ താടിയെല്ലാം വെച്ചിട്ടില്ലേ, അതാണ് മുതൽ. ആ സാധനം എവിടെ നമ്മൾ തരുന്ന മുതൽ അതാടെ. കടക്ക് നോക്ക്. പക്ഷെ വയസ്സുണ്ട് കേട്ടോ, നല്ല വയസ്സ്. ക്ഷീണത്തിലായില്ല മൂപ്പര്. അതേപോലെ തൊന്നിട്ട് കിടക്കാൻ തോന്നുന്നു. കടക്ക് നോക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. സങ്കടം എന്തോ പനിയാറ്റാൻ പോകുന്നു. പല ഇതുണ്ടെങ്കിലും പക്ഷെ നമ്മളെ കാട്ട് പോയിട്ട് അതൊരു സംഭവം തന്നെയാണ്. നോക്കി എന്താ മീനിടെ കിട്ടണോ അല്ലേ. അതിൻ്റെ മീത്തിരുന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിലാഷമാണ്. പിന്നെ കൊമ്പോടിച്ചിട്ട് മറ്റേ ഇല്ലെന്ന് കാണുന്ന റെഡ് ബുള്ളിൽ കുടിക്കുമ്പോഴേക്കും എന്താ സംഭവം. ഏതാ സാധനം അതിൻ്റെ താഴെ കിടക്കുന്നവർക്ക് അതൊന്ന് പശു കുഞ്ഞാണ്. അത് ഇതിൻ്റെ കുഞ്ഞ് തന്നെ അല്ലാത്തറിയാം. കുറേ ഉണ്ട് മൂപ്പര്. അത് അതിൻ്റെ ഇടയ്ക്കൊന്നും അറിയാണ്ട് കൊച്ചു മെഡൽ അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട്. അതിന് മിക്കവാറും പണി കിട്ടുമെന്ന് അറിയില്ല. സാർ ഒരു ചവിട്ട് കിട്ടിയ പോലെ തീർന്നു. എന്നിട്ട് പോലെ ധൈര്യം നോക്ക്. ആരാ നോക്ക്? നമ്മളെ ഹിപ്പക്കൊട്ട തന്നെ. ഹിപ്പക്കൊട്ടാമസ്. ഇത്ര പെരുത്തി സാധനം. മറ്റേ ബസ് സ്റ്റാൻഡിലെ വണ്ടി വെച്ചെടുക്കാൻ നമ്മള് ഗുഡ്സിലല്ലേ ഗുഡ് സ്റ്റാൻഡിലെങ്കിലും എന്താ വാങ്ങല്. ഇത് കണ്ടോ ഒത്തരം വേണ്ട ബീലുള്ള കിടക്കാൻ തോന്നുന്നു. സാധനം നല്ല ഇങ്ങനെ ബട്ടർ സ്കോച്ചിന്റെ വീത്തെ ഗ്ലാസ്സിൽ ടോപ്പിങ് ചെയ്തിട്ട് ഒഴിച്ചു കണക്കുന്ന സാധനം. ഏതാ പാങ്ങല്ലേ മുതൽ തന്നെ. അല്ല കുസുസു ആക്കുന്നുണ്ട് അവിടെ. സോറി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതാ പേര് അയിലേ പോകും. വേടെ നോക്കിയാലും മയിലുണ്ടാവും. അതാകുമ്പോൾ വേറെ പ്രത്യേകത. മൂപ്പർക്ക് അങ്ങനെയൊന്നുമില്ല. ആടെ നിൽക്കണം കിടക്കണമെന്നൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ടാവും.
സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി, അതായത് ലേക്ക് ഗാർഡൻ. ലേക്ക് ഗാർഡൻ എന്ന് പറയുന്നത് ഈ ഗാർഡൻ്റെ അപ്പുറത്തെ ഒരു ലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിഷയം ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഗേറ്റ് ഗാർഡൻ്റെ എൻട്രി 100 റുപ്പീസാണ് വരുന്നത്. പെർ പേഴ്സൺ 50 വരുന്നത്. നമ്മളെ ഗാർഡൻ അവിടെ ലേക്കിൻ്റെ അപ്പുറത്ത് അതാട്ടോ, അവിടെ കണ്ടോ, അതാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ വരുന്നത് അവിടെയാണ്. മൊത്തത്തിൽ സെറ്റ് സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനിൽ തരുന്നത്. ഇവിടെ ഓരോ ക്യാബിനൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ലേക്കിൻ്റെ വ്യൂ ഉണ്ട്. അപ്പുറത്ത് കണ്ടോ കുറേ ഡക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതിലെ കൂടിയാണ് ഇങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ ഇതൊക്കെ വരാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം സ്റ്റാൾസും ഉണ്ട്. ഇവിടെ തന്നെയാണ് ബോട്ടിങ് വരുന്നത്. ബോട്ടിങ്ങിൻ്റെ റേറ്റൊക്കെ ഇവിടെയാണ്, ഇവരാണ് പറയുക. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതാണ് പല രീതിയിലെ ബോട്ടിങ് ഉണ്ട്. അതായത് ഫാമിലി ആണെങ്കിൽ അങ്ങനത്തെ ഉണ്ട്, പെഡസ്റ്റൽ ബോട്ട് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. നമുക്ക് ഈ ലേക്കിലാണ് മൊത്തത്തിൽ ബോട്ടിങ് വരിക. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എത്ര റേറ്റ് കാര്യങ്ങൾ നോക്കിക്കാണോ ഇങ്ങനെ ಅವಸ್ಥೆയുള്ള. ಅಲ್ಲ ಟಿಕೆಟ್ ಎಷ್ಟು? ಪೆಡಲ್ ಬೋಸ್ಟಿಗೆ ಎರಡು 150. ಅಲ್ಲಿ ಫ್ಯಾಮಿಲಿಯಲ್ಲಿ ಬರಬೇಕು ಎಷ್ಟಾಗುತ್ತೆ? ಅದು ಬೋಟ್ ಉಂಟಲ್ಲ, ಬೆಳ್ಳಿ ಬೋಟ್. ಎಷ್ಟು ಜನ ಇದ್ದೀರಿ? ಅದು ಫ್ಯಾಮಿಲಿ, ಅದು ಎಷ್ಟು ಜನ? 5 or 6 members. ಅದು 350 per person. ಎಲ್ಲರಿಗೆ 5-6 ಜನ. ಇಲ್ಲಿ 2 person 150. ഓക്കെ, താങ്ക്സ്. നമുക്കില്ലേ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും അതുമല്ലെങ്കിൽ കപ്പിൾസായിട്ട് വന്നാലും എങ്ങനെ വന്നാലും നല്ല റിലാക്സ് ചെയ്ത് ഇവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കുണ്ട്. അതായത് ഫാമിലീസൊക്കെ നല്ല വരാൻ പറ്റിയ സമയമാണ്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു, അതായത് ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട സ്ഥലമാണ്. അതായത് വലിയ ചൊറയൊന്നുമില്ല, വണ്ടികളില്ല ഉള്ളോട്ട്. അതായത് നമ്മളെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും ഇവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സൈലൻ്റായിട്ട് ഇങ്ങനെ സമാധാനത്തിൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടെ. ഇല്ലേ അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട് മാനസ പറഞ്ഞിട്ട്. റേറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ആണ് റേറ്റിംഗ് വരുന്നത്. 500 മുതൽ ഇത് അഡൾട്ട്സിനൊക്കെ കയറാൻ പറ്റും. പിന്നെ നമുക്ക് ലോക്കർ ആയതുകൊണ്ട് അതിൻ്റെ ഉണ്ട്. അത്യാവശ്യമായിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കാണ് തോന്നുന്നത്. ബാംഗ്ലൂർ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലേ, ബാംഗ്ലൂർ ഇങ്ങനെയെല്ലാം ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇതെല്ലാം ഉണ്ട്, പക്ഷെ അത്ര വലിയ നമ്മൾ വിസ്മേൻ്റെ അത്ര ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും കയറുന്നില്ല. ഇപ്പം 1 day ഫുൾ എന്തായാലും സ്പെൻഡ് ചെയ്താലേ മുതലാവും. പിന്നെ വെറുതെ എന്തിനാ നമ്മളിവിടെ വന്ന പോലെ തന്നെ നമ്മൾ പോക്കായി. അപ്പോൾ ഇവിടത്തേക്കുള്ള ബസ് എന്ന് പറയുന്നത് 3A ആണ്. നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ബസ്സോ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ബസ് എന്ന് പറയുന്നത് 3A ആണ് ബസ് വരുന്നത്. കണ്ടോ, 3A ബസ്സാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബസ്സിന് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് മുതുശ്ശേതയാണ് അങ്ങനെ തൊട്ട്, ഇതായത് 3A കയറിയാൽ മതി. 3A ബസ് കയറി നമുക്ക് ഡയറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.